السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. വേദിയിലിരിക്കുന്ന ബഹുമാന്യ സുഹൃത്ത് അബ്ദുൽ മാലിക് സലഫി, UAE കൂട്ടായ്മയുടെ സെക്രട്ടറി ഷംസുദ്ദീൻ സാഹിബ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ, നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ എത്തിയിരിക്കുകയാണ്. അധിക സമയം എടുക്കാതെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള മഹബ്ബത്ത് ആത്മാർത്ഥമായ നിലയിൽ നമ്മുടെ ഖൽബുകളിൽ നിലനിർത്തുവാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള തൗഫീഖ് നൽകിക്കൊണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വല്ലാത്തൊരു അവസ്ഥയിലൂടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നിർവഹിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളുടെ കൈകളാൽ നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കേണ്ടുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കളങ്കരഹിതമായ ജീവിതത്തെയും അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളെയും ഭാഗികമായും പൂർണ്ണമായും നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തം, ആ ദുരന്തത്തിന് ഓരോ ദിവസവും ഈ ലോകം സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട വേദന എത്രയാണ്! നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള എല്ലാവരെക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സ്വർഗപ്രവേശനത്തിന് അർഹരായിത്തീരുന്ന മുഅ്മിനീങ്ങളാവുകയില്ലെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള എന്റെയും നിങ്ങളുടെയും മഹബ്ബത്ത്, ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ലോകത്തേക്ക് നിയോഗിച്ച അല്ലാഹുവിനോടുള്ള നമ്മുടെ മഹബ്ബത്ത്, അത് പരീക്ഷിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ അള്ളാഹുവിന്റെ പ്രമാണങ്ങളുടെ നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളിലൂടെ നമ്മുടെയൊക്കെ ഈമാൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, ആരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് സ്വയം ഉത്തരം കണ്ടെത്തേണ്ടുന്ന ഏറ്റവും വലിയ, വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേദനിക്കാനാകുന്നുവെങ്കിൽ നാം ആശ്വസിക്കുക, ഈമാനിന്റെ അല്പമെങ്കിലും നമ്മുടെ ഖൽബുകളിൽ ഉണ്ട് എന്ന്. ഇവിടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന് നൽകിയ സർട്ടിഫിക്കറ്റ് എന്താണ്? വ ഇന്നക ലഅലാ ഖുലുഖിൻ നദീം. ഓ നബിയെ, നിങ്ങൾ ഏറ്റവും മഹത്തായ സ്വഭാവത്തിന്മേലാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 1% ഒരു കടുകുമണിയോളം കളവ് പറഞ്ഞിട്ടില്ലെന്ന് അബൂജഹൽ അടക്കമുള്ള ആളുകൾ പോലും ഒരു കാലഘട്ടത്തിൽ സമ്മതിച്ച അല്ലമീൻ എന്ന ഏറ്റവും വലിയ സ്ഥാനപ്പേര് കൊണ്ട്
ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ച മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചല്ലാതെ ദീൻ പറയാത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ കാര്യം അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിച്ചിട്ടില്ല, സംസാരിക്കാറ് പതിവില്ല. അല്ലാഹു വഹയായിട്ട് അറിയിച്ചു കൊടുത്തതല്ലാതെ അവിടുന്ന് പറഞ്ഞിട്ടില്ല. ശക്തനായ ഒരു മലക്കിന്റെ സാന്നിധ്യത്തിലൂടെ അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ മാത്രമാണോ പ്രിയമുള്ളവരെ നബി തങ്ങൾക്ക് കിട്ടിയ വഹ്യ്? സർവ ഹദീസ് നിഷേധികളും അവർക്ക് ഉത്തരം പറയാൻ കഴിയാത്തൊരു മേഖലയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആനല്ലാത്ത വഹ്യ് കിട്ടിയിരുന്നുവോ? ഇല്ലേ? മുസ്ലിമീങ്ങളായ നമ്മൾ പോലും അതിൽ കുറിച്ച് ബോധവാന്മാരും അതിന് മറുപടി പറയാൻ കഴിയാത്തവരുമായി തീരരുത്. ഫേസ്ബുക്കിന്റെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളുടെയും വാളുകളിൽ, പേജുകളിൽ മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളെ കുത്തിക്കീറുമ്പോൾ, അത് വാട്സാപ്പുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, അത് തെരുവോരങ്ങളിൽ വെച്ച് നബി തങ്ങളുടെ ഹദീസുകളെ പച്ചയായി ചിത്രീകരിച്ച് അത് മോശമായി തന്നെ വികൃതമായി അതിനെ കുത്തിക്കീറിക്കൊണ്ട് പരിഹാസങ്ങൾ ചൊരിയുമ്പോൾ, ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെയും നിങ്ങളുടെയും ഖൽബിന് വല്ല നീറ്റലും വരാറുണ്ടോ? എവിടെയാ നമ്മുടെ ഈമാൻ പരിശോധിക്കപ്പെടുന്നു, പരീക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്? ഞാനും നിങ്ങളും ദുനിയാവിലെ പണം കൊടുത്തു വാങ്ങിയിട്ടുള്ള 10 സെന്റ് ഭൂമി, ആ 10 സെന്റ് ഭൂമിയുടെ ഡോക്യുമെന്റ് മുഴുവൻ നമ്മൾ പൂർത്തിയാക്കിയിട്ട് ആധാരം മുഴുവൻ നമുക്ക് രജിസ്ട്രേഷൻ നൽകപ്പെട്ട് ആധാരം നമ്മുടെ കൈകളിലെ ഫയലുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഏതാനും കൊല്ലങ്ങൾ കഴിയുമ്പോ ആ അതിർത്തി നീക്കാൻ വേണ്ടി ഒരുത്തൻ വന്നാൽ, നമ്മുടെ ആധാരത്തിൽ കൃത്രിമം കാണിക്കാൻ ഒരുത്തൻ വന്നാൽ, ലക്ഷങ്ങൾ വക്കീൽ ഫീസ് കൊടുത്തുകൊണ്ട് പോലും കോടതികളുടെ വരാന്തകളിൽ ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട്, രാപ്പകലില്ലാതെ ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് വക്കീൽമാരുടെ റൂമുകളിലും അതുപോലെ തന്നെ കോടതി വരാന്തകളിലും മജിസ്ട്രേറ്റിന്റെ മുമ്പിലുമൊക്കെ തന്റേതായ ആധാരത്തിൽ കൃത്രിമം കാണിച്ചവനെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിക്കൊണ്ട് നമ്മുടെ ദുനിയാവിലെ 10 സെന്റ് ഭൂമിയുടെ ആധാരത്തിൽ കൃത്രിമം കാണിക്കുന്നവനെ വിടില്ലെന്ന ഏറ്റവും വലിയ വാശിയോടുകൂടി ആ രംഗത്ത് കൃത്രിമം കാണിച്ചവനെ മരിച്ചാൽ പോലും എനിക്ക് കാണണ്ട എന്നും അവനോട് ഞാൻ മിണ്ടില്ലെന്നും ഞാൻ മരിച്ചാൽ എന്റെ ജനാസ പോലും അവന് കാണിച്ചു കൊടുക്കരുതെന്നുമൊക്കെ ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ സ്വത്ത് തർക്കമുണ്ടാകുമ്പോ, ബാപ്പയും മക്കളും തമ്മിൽ സ്വത്ത് തർക്കമുണ്ടാകുമ്പോഴൊക്കെ വാശി പിടിച്ച് കരയുന്ന, വാശി പിടിച്ച് അതിന് വേണ്ടി വാദിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുത്ത് നേതാവ് ലോകത്ത് വന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമുക്ക് പഠിച്ചു തരാൻ വേണ്ടിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹ് പറഞ്ഞ ഒരു ബാധ്യതയുണ്ടായിരുന്നു. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. ഓ നബിയേ, നിങ്ങൾക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ഈ ഖുർആൻ മാത്രം നിങ്ങൾ സഹാബിമാർക്ക് അങ്ങ് ഓതി കേൾപ്പിക്കാനല്ല, ലോകത്തിന്റെ മുമ്പിൽ ഈ ഗ്രന്ഥം മാത്രം നിങ്ങൾ അങ്ങ് ഓതി കേൾപ്പിച്ചു കൊടുക്കാനല്ല. നബിയെ, നിങ്ങളെ ഞാനൊരു ഡ്യൂട്ടി കൂടി ഏൽപ്പിക്കുകയാണ്. അതെന്താണെന്നോ? ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് നിങ്ങളാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഓരോ ആയത്തുകളും എന്താണെന്ന് നിങ്ങളാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. വലിയ അറബി സാഹിത്യത്തിൽ കഴിവുള്ള, വലിയ രാഷ്ട്രീയ ബോധമുള്ള അറബി ഭാഷാ സാഹിത്യ സാമ്രാട്ടുക്കളായിരുന്നിട്ട് പോലും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മനസ്സിലാക്കാൻ അക്കാലഘട്ടത്തിലെ അറബികൾക്ക് പോലും സാധിച്ചിട്ടില്ല. ഖുർആൻ നിവർത്തി വെച്ചിട്ട് അതങ്ങ് അർത്ഥം പറഞ്ഞ് അതിന്റെ ആശയം ഗ്രഹിക്കാൻ അന്നുള്ള അറബി സാഹിത്യത്തിന്റെ വലിയ കാവലാളുകളായിരുന്ന ആളുകൾക്ക് വരെ സാധിച്ചിട്ടില്ല. എന്നിട്ടല്ലേ നമ്മള് ആരായിരുന്നു അറബികളെന്ന് ഓർക്കണം.
കഅബാലയത്തിന്റെ പരിസരത്ത് പോയി നിന്നിട്ട് നിമിഷ നേരം കൊണ്ട് വലിയ വലിയ പേജുകളോളം നമുക്കിന്ന് എഴുതി വെക്കാവുന്ന രൂപത്തിലുള്ള കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷയുടെ വലിയ ഉത്തുംഗമായ അലങ്കാരങ്ങളും സാഹിത്യങ്ങളും കൊണ്ട് കോർത്തിണക്കിയ കവിതകൾ നിമിഷ നേരം കൊണ്ട് ചൊല്ലിയിട്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചെടുത്തിരുന്ന വലിയ അറബ് ലോകത്തുള്ള അറബ് സാഹിത്യത്തിന്റെ വലിയ ഉത്തുംഗതയിലെത്തിയിട്ടുള്ള മഹാന്മാരെന്ന് പറഞ്ഞ ആ ഭാഷാ പടുക്കൾ പോലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആയത്തിന്റെ മുമ്പിൽ പകച്ചു നിന്നുപോയി. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാകാതെ അവർ പകച്ചു നിന്നു പോയിട്ടുണ്ട്. മനസ്സിലാക്കണം, അവർക്ക് പോലും ഖുർആൻ തിരിഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ പറയണേ വിശുദ്ധ ഖുർആൻ ഞാനങ്ങ് വായിക്കും, ഒരു ഡിക്ഷണറിയും വെക്കും, പിന്നെ എന്തിനായി ഹദീസിന്റെ പിന്നാലേക്ക് പോകുന്നത്? നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഓരോ നിയമങ്ങളും ആ നിയമങ്ങൾ മുഴുവനും വഹയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ മഹനീയമായ ഗ്രന്ഥം, അതിൽ പല കാര്യങ്ങളും മൊത്തത്തിലാണ് പറഞ്ഞത്. അതിന്റെ വിശദീകരണം നൽകിയത് നബി തങ്ങളാണ്. അതിൽ പല വിഷയങ്ങളും നിരുപാധികമാണ് പറഞ്ഞത്. അതിന് ചില കണ്ടീഷനുണ്ട്, ഉപാധിയുണ്ടെന്ന് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതും അവിടുന്ന് തന്നെ പറഞ്ഞതല്ല. ആ ഇഷ്ടപ്രകാരം ഈ ഹദീസ്, ഈ ആയത്ത്, ഈ ആയത്തിന്റെ വിശദീകരണം ഇന്നതാണെന്ന് നബി തങ്ങൾ സ്വന്തം പറയുന്നതല്ല. ഖുർആൻ എപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ജിബ്രീലിലൂടെ അല്ലാഹു വഹി അറിയിച്ചു കൊടുത്തുവോ, അതേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ഈ ഖുർആൻ അല്ലാത്ത ധാരാളം വഹിയുകൾ നബിസങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങൾ അറിയാതെ പോയതാണ് സർവ്വ പിഴച്ച കക്ഷികൾക്കും പറ്റിയിട്ടുള്ള അപകടം. നബിതങ്ങൾ പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, ഇന്നി ഊതീതുൽ ഖുർആന, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട് ജനങ്ങളെ. ഇനി ശ്രദ്ധിച്ചോ, വമിസ്ലഹു മഅഹു, അതിന്റെ കൂടെ അത്ര വേറെയും നൽകപ്പെട്ടിട്ടുണ്ട്. അതെവിടെ പോയി? ഒക്കെ പോകട്ടെ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഖുർആൻ മതി, ഖുർആനിൽ തന്നെ എല്ലാം ഉണ്ടെന്ന് പറയുന്ന കക്ഷികൾക്ക് പറയാൻ കഴിയുമോ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആ വചനമാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യമായി ഇറങ്ങിയ വചനം എന്ന് ആർക്കാണ് ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ സാധിക്കുക? ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് ആദ്യം ഇറങ്ങിയ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, അത് ഖുർആനിലുണ്ടോ? ഖുർആനിലില്ല. ഖുർആനിൽ ആദ്യം നോക്കിയ ഫാത്തിഹയാണ് കാണുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 30-ാമത്തെ ജുസിൽ അമ്മ ജുസ് നമ്മിൽ പലർക്കും മനഃപ്പാടമുള്ള, അല്ലാഹു ആ മനഃപ്പാടം നിലനിർത്താനും മനഃപ്പാടമാക്കാത്തവർക്ക് മനഃപ്പാടമാക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ അമ്മ ജുസ് എങ്കിലും മനഃപ്പാടമല്ലാത്ത മുസ്ലിം പെങ്ങളുണ്ടോ, മുസ്ലിമീങ്ങളുണ്ടോ, ആണുങ്ങളുണ്ടോ? അതിലല്ലേ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് തുടങ്ങുന്ന അധ്യായമുള്ളത്. പിന്നെ ആദ്യമായി നബിതങ്ങൾക്ക് ലഭിച്ചത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്നാണെന്ന് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന കക്ഷികൾക്ക് എങ്ങനെ തെളിയിക്കാൻ കഴിയും? ആ സംഭവം വന്നത് ഹദീസിലല്ലേ? ഹദീസാണെങ്കിൽ അവൻ അലർജിയാണ്, തീരുമാനിക്കാൻ ഒരിക്കലും അവന് ഒരു മാനദണ്ഡമായി കാണാൻ കഴിയാത്ത വസ്തുവാണ്. തീർന്നില്ല, എത്ര വിഷയങ്ങളുണ്ട്. നിസ്കരിക്കൂന്നാ പറഞ്ഞത്. നിസ്കാരത്തിന്റെ എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ടോ? ഖുർആനിലില്ല. നിസ്കരിക്കൂ എന്നേ ഖുർആനിലുള്ളൂ. അതിന്റെ നിയമങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടി? എങ്ങനെ റുക്കൂഴ് ചെയ്യണം, എന്താ വലത്തോട്ടും ഇടത്തോട്ടൊക്കെ ചെരിഞ്ഞ് റുക്കൂഴ് ചെയ്താൽ മുന്നോട്ട് കുനിയണം, എവിടെ വന്നു? ഹദീസിലല്ലേ എല്ലാം വന്നത്. അത് വിശദീകരിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. ഒരാൾക്കും വിശുദ്ധ ഖുർആൻ കൊണ്ട് എനിക്ക് ജീവിക്കാം, അത് മതി, അതിലപ്പുറം ഒന്നും വേണ്ട എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കാത്ത നിലക്ക് വിശുദ്ധ ഖുർആനിനെ മനസ്സിലാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾ കൂടിയേ പറ്റൂ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. നമ്മളുടെ കൂട്ടത്തിൽ സമ്പൂർണമായ ഹദീസ് നിഷേധികൾ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ പരാമർശിക്കുന്നില്ല. പക്ഷേ നേരത്തെ ഇവിടെ അബ്ദുൽ മാലിക് സലഫി സൂചിപ്പിച്ചില്ലേ, ഇന്ന് സമ്പൂർണ്ണ നിഷേധികളുടെ പട്ടികയിലേക്ക് പേര് വെക്കപ്പെടുന്ന ആളുകൾ ആരും തന്നെ അവരുടെ തുടക്കത്തിൽ സമ്പൂർണ്ണ ഹദീസ് നിഷേധികളായിരുന്നില്ല. എല്ലാവരും എന്തുകൊണ്ടാ തുടങ്ങിയത്?
ചില ഹദീസ് എനിക്ക് അത്ര ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയത്. അവരാണ് കാലക്രമേണ എവിടേക്ക് എത്തിയത്? സമ്പൂർണ്ണ ഹദീസ് നിഷേധത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് ആണ്ടുപോയത്. അതുകൊണ്ട് ഭാഗികമായി ഒരു ഹദീസിനെ നിഷേധിക്കുന്നതും കുഫറിലേക്കുള്ള ഡോർ തുറക്കലാണെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കാൻ കേരളത്തിൽ എന്നറിയപ്പെടുന്ന മതരംഗത്തുള്ള ഒട്ടുമിക്ക സംഘടനകളും അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ ഹദീസും ഇന്ന് വരെ നിഷേധിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഇതിന് പുറത്തുള്ളവരൊക്കെ ഇന്ന് ഹദീസുകൾ നിഷേധിക്കുന്നതിൽ ഒരു മടിയുമില്ലാതെ ഞാൻ മുമ്പിൽ എന്ന നിലക്ക് മത്സരിക്കുന്ന കാഴ്ചയാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ വേദനയുണ്ടോ? നമുക്ക് വേദനയുണ്ടോ? എന്റെ 10 സെന്റ് ഭൂമിയുടെ ഡോക്യുമെന്റ് തിരുത്തിയവരെ കൊല്ലും എന്ന് വരെ പറഞ്ഞു നടക്കുന്ന എനിക്ക് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പച്ചയായി നടുറോട്ടിലിട്ട് കുത്തി കീറി അതിനെ വികൃതമാക്കി പരിഹസിച്ച് സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും അതിന്റെ നേരെ കുതിര കയറുമ്പോ ഞാനും നിങ്ങളും സുഖമായി ഫ്ളാറ്റിൽ കിടന്നുറങ്ങുകയാണ്. എന്ത് ഹദീസ് നിഷേധം? എന്താണ് ഇപ്പൊ ഈ പറയുന്നത്? എനിക്കതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല. എനിക്ക് തൊട്ടും മനസ്സിലായിട്ടില്ല എന്താ ഈ ഹദീസ് നിഷേധം എന്നൊക്കെ പറയണേ. ആരാവിടെ ഹദീസ് നിഷേധിക്കുന്നത്? അങ്ങനെ ഉറങ്ങാൻ വരട്ടെ. പടച്ചവനോട് ഏറ്റവും വലിയ കടപ്പാടില്ലേ നമുക്ക്? അള്ളാഹിനോട് സ്നേഹമുണ്ടോ? അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? എങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അല്ലെങ്കിലും അള്ളാഹ് കൊടുത്ത വഹി തന്നെയാണത്. ഹദീസ് നിഷേധിക്കുന്നത് അള്ളാഹിന്റെ വഹി നിഷേധിക്കലല്ലേ? അതുകൊണ്ട് തന്നെ അത് കുഫറാണ്. ഒരു സംശയവും അതിൽ വേണ്ടതില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഏതെല്ലാം വിഷയങ്ങളിൽ ഹദീസ് നിഷേധം ഓരോന്നോരോന്ന് ദിനേന നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇസ്ലാമിന്റെ വേഷവിധാനത്തെ വരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. താടി വളർത്തുന്നത് ഒരാൾ പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം. ഒരാൾ താടി വളർത്തുന്നത് അങ്ങനെ വളർത്തിയാൽ അതിന് പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകുന്ന ഹറാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഹറാമാണ്, ബിദ്അത്താണ് എന്ന് എഴുതി വെച്ചു. ആര്? നേരത്തെ ഇവിടെ പറഞ്ഞ സുല്ലമി. ആലോചിച്ചു നോക്കണം. പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒരാൾ താടി വളർത്തിയാൽ അത് ഹറാമാണ്, ബിദ്അത്താണ്. അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ അവസരം കിട്ടിയ ഒരു സുഹൃത്ത് ഇന്ന് രാവിലെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മൗലവി എനിക്കത് നേരിട്ട് കേൾക്കാൻ സാധിച്ചപ്പോ എനിക്ക് സഹിക്കാനായില്ല. ഞാൻ അദ്ദേഹത്തോട് വീണ്ടും പോയി ചോദിച്ചു, അല്ല മൗലവി നിങ്ങൾക്കുമുണ്ടല്ലോ ഇവിടെ ഒരു ഇത്തിരിയെങ്കിലും ഒരു 2 എണ്ണം ഇങ്ങനെ ഉണ്ടല്ലോ, അവിടെ ഒരു ഇത്തിരി വെച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ എന്തിനാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂലിട്ടെന്ന് വിചാരിച്ചിട്ടല്ലോ. ഈ സുഹൃത്ത് പിന്നെയും ചോദിച്ചു, അല്ല നിങ്ങൾ ഏറ്റവും നല്ല വിഭാഗമെന്ന് പറയുന്ന വിഭാഗത്തിലെ ഒട്ടേറെ പണ്ഡിതന്മാർ താടി വളർത്തുന്നവരുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാൻ? അവരാരും അതിന് കൂലുണ്ട് എന്ന് വിചാരിച്ച് വളർത്തുന്നവരല്ല. ആലോചിച്ചു നോക്കൂ, എവിടേക്കാണ് നമ്മൾ ഈ പോകുന്നത്? എവിടേക്കാണ് ഈ എത്തിപ്പെടുന്നത്? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കുക. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായി ചിലർക്ക് ഹദീസ് എന്ന് കേൾക്കുമ്പോ വല്ലാത്തൊരു ഓക്കാനം വരികയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ എഴുത്തുകാരൻ പറഞ്ഞു, ഞാൻ ബുഖാരിയിലെ ചില ഹദീസുകൾ വായിക്കുമ്പോ ഞാനാണ് ചാടിക്കടക്കലാണ്. എപ്പോഴാ സഹോദര നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ചാടിക്കടക്കാറ് പതിവുള്ളത്? എന്ത് കണ്ടാലാ ചാടിക്കടക്കാറ് പതിവുള്ളത്? അതെന്റെ വസ്ത്രത്തിലാവരുത്, എന്റെ ശരീരത്തിലാവരുതെന്ന നിലക്ക് എന്ത് കാണുമ്പോഴാണ് നമ്മൾ ചാടിക്കടക്കാറുള്ളത്? അതിലേക്ക് നോക്കിയാലോ അത് കാണുവാനോ അലർജി തോന്നാറുള്ളത് എപ്പോഴാണ്? എന്ത് കണ്ടാലാണ്? ബുഖാരിയിലെ ചില ഹദീസുകൾ ഞാൻ വായിക്കുമ്പോൾ ഞാൻ ചാടിക്കടക്കാറാണ് പതിവെന്ന് പച്ചയായി മലയാളക്കരയിലേക്ക് എഴുതി വിട്ടുവെങ്കിൽ പ്രിയമുള്ള സഹോദരന്മാരെ, ഹദീസ് നിഷേധത്തിന്റെ ഏറ്റവും വലിയ ചളിക്കുണ്ടിലേക്ക് ആരൊക്കെയാണെന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് വേദനല്ല അല്ലേ? നിഷേധിച്ചോട്ടെ, അതിനിപ്പോൾ എന്താ? വലവിടെ നിഷേധിച്ചോട്ടെ, വേദനിക്കുന്നില്ല അല്ലേ നമ്മുടെ മനസ്സ്? അതാ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാവരെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മൂമിനാവൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈമാനിന്റെ പദവിയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ?
എന്റെ ബാപ്പ പറഞ്ഞത്, എന്റെ ഉമ്മ പറഞ്ഞത്, എന്റെ മക്കള് പറയാത്തത്, അല്ലെങ്കിൽ അവരുടെ പേരിൽ ഒരാൾ കറ്റുകെട്ടി പറയുകയോ പറഞ്ഞതിനെ നിഷേധിച്ച് വേറൊരർത്ഥത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ കൊത്തിവലിക്കാൻ തെരുവിലിറങ്ങുകയോ ചെയ്താൽ നമുക്കുണ്ടാകുന്ന മനോവേദനയ്ക്ക് കയ്യും കണക്കുമില്ല. എന്നാൽ അതിന്റെ ഒരു ശതമാനം പോലും ഇസ്ലാമിന് നേരെ കുതിര കയറുന്ന ശക്തികളോട് നമുക്കില്ലെങ്കിൽ എവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ, നമ്മുടെ ഹൃദയത്തിൽ ബാക്കിയുള്ളത്? വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. എത്ര വലിയ അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് ആവർത്തിച്ചാവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത്, സമൂഹത്തിൽ കൃത്യമായി തന്നെയുള്ള പഠനങ്ങൾ നടന്നേ പറ്റൂ. ഖുർആൻ കൊണ്ട് സ്ഥാപിതമായത് പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. യുക്തിവാദം എന്റെ ബുദ്ധിക്കും എന്റെ യുക്തിക്കും യോജിക്കുന്നതേ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂ എന്ന് പറയുന്ന ആളുകൾക്ക് ഹദീസ് മാത്രമല്ല ഖുർആൻ പോലും അംഗീകരിക്കാൻ കഴിയാതെ വരും. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയോ? ഒരു പ്രവാചകനെ ഒരു ഭീമാകാരനായ മത്സ്യം വിഴുങ്ങുക, എന്നിട്ട് ആ മത്സ്യത്തിന്റെ വയറ്റിൽ ദിവസങ്ങളോളം അദ്ദേഹം കിടക്കുക, കുറെ കാലം കഴിഞ്ഞിട്ട് ആ മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് തുപ്പുക, എന്നിട്ട് ആ മനുഷ്യന് അള്ളാഹു മുളപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ ചെടിയുടെ കീഴിൽ സംരക്ഷണം ലഭിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യം കിട്ടി തിരികെ വന്ന് അദ്ദേഹം ഏത് നാട്ടിൽ നിന്നാണോ ഓടിപ്പോയതെങ്കിൽ അവിടേക്ക് തന്നെ തിരിച്ചു വന്ന് ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് അത്യുന്നതമായി വിജയിച്ചുകൊണ്ട് തിരിച്ചു പോവുക നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ? പക്ഷേ നമ്മൾ ഉൾക്കൊള്ളുന്നു. എന്താ കാരണം? എൻ്റെ റബ്ബാണത് പറഞ്ഞത്. എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നൊന്നുമില്ല. എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ? മീൻ വിഴുങ്ങിയിട്ട് ഒന്നും പറ്റാതെ പുറത്തേക്ക് കക്കി 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് തന്നെയാണ് ഹദീസുകളുടെയും അവസ്ഥ. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരൊറ്റ മാനദണ്ഡമേ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് എന്നോടെന്ന് പോലെ പറയാനുള്ളൂ. ഹദീസ് വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരൊറ്റ മാനദണ്ഡമേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ ഇസ്രാ മിഅ്റാജിന്റെ ഘട്ടത്തിൽ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റേന്ന് നാട്ടിൽ പരസ്യമായി പറഞ്ഞു പ്രഖ്യാപിച്ചപ്പോൾ 2 വിഭാഗം ആളുകൾ അവിടെ ഉണ്ടായി. ആ സംഭവത്തെ തലയിൽ കൈവച്ച് ആർത്തട്ടഹസിച്ചു പരിഹസിച്ച് ചിരിച്ച അബൂജഹിലും അവന്റെ അനുയായികളും. അവര് ഉടനെ പോയി ആരുടെ അടുക്കലേക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. നബി തങ്ങൾ ഈ വിഷയം പറയുന്ന നേരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ല. അദ്ദേഹത്തിന്റെ ഒരല്പം കൃഷിയുള്ള ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോഴാണ് രാവിലെ ഈ വർത്താനം പറയുന്നത്. ഇത് കേട്ട് ആളുകളൊക്കെ കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടിപ്പോവുകയാണ്. നല്ല പ്രതീക്ഷയിലാ പോണത്. കാരണം എന്താ? മുഹമ്മദ് പൊട്ടത്തരേ പറയുള്ളൂ എന്ന് എപ്പോഴും പറയുന്നു. അത് സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ചാൻസ് ആണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേതായാലും അബൂബക്കർ വീഴാതിരിക്കില്ല എന്ന വലിയ പ്രതീക്ഷയോടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അബൂബക്കറെ, നിങ്ങൾ അറിഞ്ഞോ ഒരു വിവരം? നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. ഇതേ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താ വിഷയം? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവരൊക്കെ വലിയ ആവേശത്തോടെ പറഞ്ഞു, ഇത് എങ്ങനെ ഉണ്ടായി എന്നാ പറയുന്നത്? ഇപ്പൊ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ അവിടെ പോയി ഇവിടെ പോയി ഇപ്പൊ തിരിച്ചു വന്ന് എന്നൊക്കെ പറയേണ്ടതാ. മൂപ്പർ അവിടെ ഇരുന്ന് കുറെ പിച്ചുമ്പേക്ക് പറയണേ. ഇനി ഇതിലപ്പുറം എന്താ അബൂബക്കറെ കാത്തു നിൽക്കാനുള്ളത്? രാജിവെച്ചു പുറത്തു പോരൂ ആ കപട പ്രസ്ഥാനത്തിൽ നിന്ന്. രാജിവെച്ചു പുറത്തു പോരൂ ആ യുക്തിയില്ലാത്ത മണ്ടത്തരം പറയുന്ന പ്രസ്ഥാനത്തോട് വിട പറയൂ അബൂബക്കറെ എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം മുസ്ലിമീങ്ങളെ, ഖിയാമത്ത് നാൾ വരെയുള്ള ഹദീസ് നിഷേധികളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയോ? മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു എന്നുറപ്പാണോ? അദ്ദേഹത്തിന് അറിയേണ്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവ് അത് പറഞ്ഞോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? ചെന്ന ആളുകൾക്ക് ഭയങ്കര ആവേശമായി. അവര് വിചാരിച്ചു, ഇതാ അബൂബക്കർ പകുതി വീണു, ഉറപ്പായി നമ്മളെ ചാക്കിലേക്ക് കിട്ടി. കാരണം എന്താ? പറഞ്ഞോന്ന് ചോദിച്ചപ്പോ ഇവർക്ക് ആവേശം കൂടി. ഉപ്പര പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നമ്മളെ അംഗീകരിക്കാത്തത്. പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉറപ്പാ ഉപ്പര ഇന്ന് രാജിവെക്കും. അപ്പൊ ഇവര് ആവേശത്തോടെ പറഞ്ഞു, ആനേ അങ്ങനെ പറഞ്ഞു,
ഞങ്ങൾ ഈ ചെവി കൊണ്ട് കേട്ടിട്ടാ വരുന്നത്, ഞങ്ങളൊക്കെ ആ രംഗത്തിന് അത് പറയുന്ന സദസ്സിൽ സാക്ഷിയായിട്ടാ വരുന്നത് എന്ന് പറഞ്ഞു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ നേതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളെ, സർവ്വ ഹദീസ് നിഷേധികളോടും നമുക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നിഷേധിക്കുന്ന ഹദീസ് ഏത് ഹദീസാണോ ആ ഹദീസ് ഞങ്ങളെ നേതാവ് പറഞ്ഞതാണെന്ന് ഉറപ്പാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, എങ്കിൽ അവിടുന്ന് 100% സത്യമാണ് പറഞ്ഞിട്ടുള്ളത്, ഞാനിതാ അംഗീകരിക്കുന്നു, ഞാനിതാ അത് സത്യമാണെന്ന് വിളിച്ചു പറയുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മറുപടി പറയുന്നു. ഏഷണിയും പരദൂഷണവും പറഞ്ഞു പരിചയപ്പെടുത്തി മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കക്ഷിയിൽ നിന്ന്, അവിടുത്തെ സുഹൃൽ വലയത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകാമെന്ന് കണക്ക് കൂട്ടിയ ആ വിഭാഗം ആളുകളതാ ചൂളി വളരെ ഇളിപ്യരായി തിരിച്ചു പോരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനക്കയറ്റം കിട്ടുന്നു. സിദ്ദീഖ് എന്ന സ്ഥാനത്തേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉയരുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മമാരോടും പെങ്ങന്മാരോടും സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്തെ ഹദീസിനെ ഭാഗികമായി നിഷേധിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, മുഴുവനായി നിഷേധിക്കുന്ന കക്ഷികളുമുണ്ട്. അവരെ നമുക്ക് തൽക്കാലം വിടാം. ഭാഗിക നിഷേധികളായ കുറെ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവര് ഹദീസ് പ്രമാണമാണോ എന്ന് ചോദിച്ചാൽ പ്രമാണമാണെന്ന് പറയും. പക്ഷേ നിങ്ങൾ ബുഖാരിയിലെ ഒരു ഹദീസ് അങ്ങ് കേൾപ്പിച്ചാൽ അയാൾ പറയും നിങ്ങളോട്, നിന്റെ ബുഖാരി കൊണ്ടുപോയി തോട്ടിലെറിയണം. ബുഖാരിയല്ല, ബുഖാരിയുടെ ബാപ്പ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല. അങ്ങനെ പറയുന്ന കക്ഷികളുണ്ട്. ബുഖാരിയിലെ പോലും ഹദീസുകൾ കണ്ടാൽ ഞാൻ ചാടിക്കടക്കാറാണ് പതിവെന്ന് പറയുന്ന കക്ഷികളുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെ സ്ഥിരപ്പെട്ട നൂറുകണക്കിന് ഹദീസുകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നവരുണ്ട്. 5 നേരത്തെ നിസ്കാരത്തിലും നമ്മൾ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നതിന്റെ മുമ്പേ ഇവിടെ നിങ്ങൾ കേട്ടുകഴിഞ്ഞില്ലേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ തരണേ അല്ലാ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന മുസ്ലിമീങ്ങളോടാ പറയുന്നത്. ഖബർ ശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷയൊന്നുമില്ല. അത് നമ്മുടെ നാട്ടിലെ ലോക്കൽ പോലീസുകാരന്റെ ലോക്കപ്പ് മർദ്ദനമാണ്. ജഡ്ജി വിചാരണ ചെയ്ത് വിധി പറഞ്ഞിട്ടുള്ള യഥാർത്ഥ ശിക്ഷയല്ലേ ശരിക്കുള്ള ശിക്ഷ. അതിന്റെ മുമ്പേ കേടികളെ വാഹനത്തിലേക്ക് കയറ്റുമ്പോഴും ജയിലറയിലേക്ക് തള്ളുമ്പോഴുമൊക്കെ ലാത്തി കൊണ്ടടിച്ച് പോലീസുകാർ ശല്യപ്പെടുത്തുന്ന ആ ലോക്കപ്പ് മർദ്ദനമാണ് ഖബർ ശിക്ഷയുണ്ടെന്നാൽ വരിക. അതുകൊണ്ട് ഖബർ ശിക്ഷയില്ല, അത് ഖുർആനിന് വിരുദ്ധമാണ്. ദജ്ജാൽ എന്ന് പറയുന്ന സംഗതിയില്ല, അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ നിഷേധിക്കാൻ നമ്മുടെ തന്നെ കൂട്ടത്തിൽ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ പടച്ച റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഖബറിൽ വെച്ച് നമ്മളോടൊരു ചോദ്യം വരാനില്ലേ ഉമ്മമാരെ ഉപ്പമാരെ? ഞാനും നിങ്ങളും ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെക്കും കൊണ്ടുപോയിട്ട് മണ്ണില് അധികം താമസമൊന്നുമില്ല, ആർക്കും നെകളിപ്പൊന്നും തോന്നണ്ട. ചെന്നൈ 2 ലക്ഷത്തോളം അഭയാർത്ഥികളാണെന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്. എന്താണ് ചെന്നൈ? തമിഴകം കീഴുകയാണ്. തമിഴ്നാടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയോ? വെള്ളത്തിലാണ് ആ രാജ്യം. ആ രാജ്യം വെള്ളത്തിൽ ആണ്ടുകിടക്കുകയാണ്. അവിടുത്തെ എയർപോർട്ടുകൾ ഡിസംബർ 6 വരെ അടച്ചിട്ടിരിക്കുകയാണ്. നിരത്തുകളിലൂടെ വാഹനങ്ങൾ ഓടുന്നില്ല. കണ്ണ് കാണാൻ പോലും കഴിയാത്ത നിലക്ക് ലൈറ്റുകൾ അവിടെ ഓഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം സർവ്വസ്ഥലങ്ങളിലേക്കും വെള്ളം നിരച്ചു കയറിയിട്ട് അതേ വൈദ്യുത കമ്പികൾ വെള്ളത്തിൽ തട്ടിയിട്ട് ഷോക്കേറ്റിട്ട് ധാരാളം ആളുകൾ പടഞ്ഞു മരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോ ഗവൺമെന്റ് അവിടുത്തെ ഇലക്ട്രിസിറ്റി പോലും കണക്ഷൻ പോലും വേർതിരുത്തിയിട്ട് യഥാർത്ഥത്തിലും ഇരുട്ടിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുന്ന ചെന്നൈ എന്ന് പറയുന്ന ഗ്രാമം, അവിടെയുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാര്, അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരന്മാർക്ക് നീ വലിയ സഹായം നൽകണേ റബ്ബേ. നമ്മുടെ മനസ്സിലുണ്ടാകണം, മറക്കരുത്, തമിഴ്നാട്ടിന്റെ മണ്ണിൽ ഒരുപാട് നമ്മുടെ പോലെയുള്ള ഉമ്മമാര്, സഹോദരന്മാര് പിഞ്ചുമക്കളെയും കൊണ്ട് ഇരിക്കാനിടമില്ലാതെ അഭയാർത്ഥി ക്യാമ്പിലാണെങ്കിൽ അവിടെയും വെള്ളമാണ്, അവിടെയും കുടിക്കാനുള്ള വെള്ളമില്ല, ഭക്ഷണം കഴിക്കാനില്ല, ഒന്നിനുമില്ലാതെ ഉടുതുനുക്ക് മറുതിനിയില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ. നമ്മൾ ചിന്തിക്കണം, നമുക്ക് പാഠമാണവര്.
ഞാനും നിങ്ങളും സുഖസുഷുപ്തിയുടെ ഏറ്റവും വലിയ കേദാരത്തിൽ നമ്മൾ മയങ്ങുകയാണ്. എല്ലാ സൗകര്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഈ സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിന് പിൻവലിക്കാൻ ഒരല്പനേരം തിമർത്തു പെയ്യുന്ന മഴ മതി എന്ന് തമിഴ്നാട് നമ്മളോട് വിളിച്ചു പറയുമ്പോ, മറ്റ് രാജ്യങ്ങൾ നമ്മളോട് പറയുമ്പോ, ഭൂകമ്പത്തിന് ഇരയായ രാജ്യങ്ങൾ നമ്മോട് പറയുമ്പോ, അതേ മഹാമാരികൾ കടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ആസ്പത്രികളിലും ഐസിയുകളിലും മരണത്തെ ഓർത്തുകൊണ്ട് കിടക്കുമ്പോ, ആരോഗ്യത്തിന് ഒന്നും ഇന്നുവരെ സംഭവിച്ചിട്ടില്ലെന്ന് സമാശ്വസിപ്പിച്ചുകൊണ്ട് ആശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏത് ഘട്ടത്തിലാണ് നമുക്ക് എന്ത് സംഭവിക്കുക എന്ന് നമുക്കറിയാമോ? അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും എന്തും സംഭവിക്കാം, അല്ലാഹുവിൻ്റെ ഖദറാണത്. ഈ പരിപാടിക്ക് ഇങ്ങോട്ട് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, ആ സഹോദരൻ്റെ വണ്ടി ഇവിടെ ഇതിൻ്റെ മുമ്പിൽ വെച്ച് ആക്സിഡൻ്റായി. ആ സഹോദരൻ ആസ്പത്രിയിലാണ്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. ആ സഹോദരൻ്റെ പരിക്കുകളിൽ നിന്ന് അല്ലാഹു എത്രയും വേഗം മോചനം നൽകുമാറാകട്ടെ. ആ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വളരെ ചെറിയ ചെറിയ കുട്ടികൾ മാരകമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ICUകളിൽ കിടപ്പുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളിലുമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ആഫിയത്ത് നൽകണേ. മാരകമായ വിപത്തുകളിൽ കൊണ്ട് പരീക്ഷിക്കാതെ അല്ലാഹുവേ, ദുനിയാവിൻ്റെ പരീക്ഷണങ്ങൾ, ആഖിറത്തിന്റെ പരീക്ഷണങ്ങൾ, ഖബറിലെ പരീക്ഷണങ്ങൾ, ഇതിൽ നിന്നൊക്കെ മോചനം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ ഖദാവും ഖദറും സംഭവിക്കാതെ നടക്കൂല. അതങ്ങ് സംഭവിച്ച് ഞാൻ അങ്ങോട്ടാ തിരിച്ചു പോകുന്നത്. അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നതാണ്. നമ്മളെ അങ്ങോട്ട് മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ പിന്നാലെ വരുന്ന സർവ്വ ബന്ധുക്കളും നമ്മളെ അങ്ങിട്ടേച്ച് ഒറ്റക്ക് 6 അടി മണ്ണിറക്കൂട്ടിൽ ഞാനും നിങ്ങളും അങ്ങ് കിടക്കുമ്പോ അതാ വരുന്നുണ്ട് 2 മലക്കുകൾ. ആ മലക്കുകൾ വന്നിട്ട് ഒരു 3 കാര്യത്തെ പറ്റിയുള്ള ഒരു ചോദ്യമുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും മരിച്ച അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മെ കല്ലറയിൽ വെച്ചതിൻ്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അധികം കാലമൊന്നും അതിനില്ല. പരലോകം വരെ കാത്തു നിൽക്കണ്ട. ഒന്നാമത്തെ ചോദ്യം റബ്ബിനെ കുറിച്ചായിരിക്കും. റബ്ബിനെ കുറിച്ചായിരിക്കും. അനക്കെന്താ റബ്ബിനെ കുറിച്ച് അറിയാൻ ആ ചോദ്യം. ആ സമയത്ത് അല്ലാഹു റബ്ബി എന്ന് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ തൗഫീക്ക് അല്ലാഹു കൊടുക്കുന്നത് ആർക്കാണെന്നറിയാമോ? യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ. അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കി നെഞ്ചേറ്റി വെച്ചോ മുഅ്മിനീങ്ങളെ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹു ഈമാനുള്ളവരെ ഉറപ്പിച്ചു നിർത്തും. നല്ല ഈമാനുള്ളവർക്കാണ് അല്ലാഹു നല്ല സ്ഥൈര്യം കൊടുക്കുക. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ഈ ലോകത്തും ഫിൽ ആഖിറ, പരലോകത്തും. അതിന്റെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ലോകത്തുള്ള യാത്രയുടെ അവസാനത്തെ സമയമാകുന്ന മരണത്തിന്റെ നേരമാണ്. അതുപോലെ തന്നെ ആഖിറത്തിലേക്കുള്ള അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ അവിടുത്തെ നീണ്ട താടിയിലൂടെ അതേ കണ്ണുനീരിങ്ങനെ ചാരിട്ടൊഴുകിയിട്ട് അവിടുത്തെ കമീസ് അവിടുത്തെ നെഞ്ചിലൂടെ ഇങ്ങനെ വലിച്ചിറങ്ങി ആ വലിയ രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കണ്ണുനീര് ഒഴുകി ഒഴുകി ഇറങ്ങുന്നത് കണ്ടപ്പോ മറ്റുള്ളവർ ചോദിച്ചു, അല്ലയോ ഉസ്മാൻ, നിങ്ങൾ എന്തേ ഈ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞത്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറം എന്ന ലോകത്തേക്കുള്ള യാത്രാമധ്യേ ആദ്യമായി, ഓ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാനുള്ള ഒന്നാമത്തെ വീടാണത്. അവിടെ രക്ഷപ്പെട്ടാൽ മുഴുവനും പിന്നെ രക്ഷയാണ്. അവിടെ പരാജയപ്പെട്ടവർക്ക് പരാജയം തന്നെ എന്ന് പറഞ്ഞ വീടാണത്. ആ വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോ നിന്റെ റബ്ബാരടോ എന്ന ചോദ്യത്തിന് അല്ലാഹു നല്ല സ്ഥൈര്യത്തോടെ മറുപടി പറയാൻ തൗഫീക്ക് നൽകുന്നത് ലില്ലദീന ആമനൂ, ഈമാനുള്ള കക്ഷികൾക്ക് മാത്രമായിരിക്കും. എന്താണ് ഈമാൻ? എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമല്ല, അവന്റെ റസൂലിലുമുള്ള വിശ്വാസമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഞാനും നിങ്ങളും അത് നാവുകൊണ്ട് പറയുന്നു, നമ്മുടെ പള്ളിമിനാരങ്ങളിലൂടെ അത് കേൾക്കുന്നു, നമ്മുടെ തശഹ്ഹുദിൽ തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്നു, നമ്മുടെ ഇഖാമത്തിലൂടെ നമ്മൾ അത് ഏറ്റുപറയുന്നു. പക്ഷേ ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ട ഒരു ഹദീസ് കാണുമ്പോ എനിക്കതിനോട് പുച്ഛമാണെങ്കിൽ, എനിക്കതിനോട് അലർജിയാണെങ്കിൽ ഞാനത് ചാടിക്കടക്കും. എനിക്കത് കാണുമ്പോൾ അത്ര സുഖമില്ലെന്ന് പറയുന്നുവെങ്കിൽ ഇക്കാലഘട്ടത്തിലെ ജനങ്ങളോട് ആ ഹദീസ് പറയാൻ കൊള്ളില്ലെന്ന് എനിക്ക് ബോധമുണ്ടെങ്കിൽ എല്ലാം ശരിയാണ്. പക്ഷേ ആ ഹദീസ് മാത്രം എനിക്ക് എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അത് അംഗീകരിക്കാൻ എന്നെ കിട്ടൂലെന്ന് പറയുന്നുവെങ്കിൽ ആ ഖബറിൽ കിടക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ ചൂണ്ടിയിട്ട് നിനക്ക് ഇയാളെ കുറിച്ച് എന്തറിയാമെന്ന് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് രണ്ടാമത്തെ ചോദ്യം വരുമ്പോൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരാണെങ്കിൽ അവര് പറയും ഹുവ മുഹമ്മദ്, ഹുവ മുഹമ്മദ്, ഹുവ മുഹമ്മദ്. അതെ, അല്ലാഹു നമ്മയെല്ലാം അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശ്വസിച്ച് അവിടുത്തെ സ്വന്തം ബാപ്പയെക്കാളും സ്നേഹിച്ച് ഉമ്മയെക്കാളും സ്നേഹിച്ച് ഉമ്മാക്ക് താടി വെക്കൽ വെറുപ്പായപ്പോഴും താടി നീട്ടി വളർത്തി, ബാപ്പ നെരിയാണിക്ക് താഴെ പാൻഡുടുക്കാൻ നിർബന്ധിച്ചപ്പോഴും ഇല്ല ഉപ്പാ, എന്റെ നേതാവിന് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ പറഞ്ഞാലും ഞാൻ കേൾക്കില്ലെന്ന് പറഞ്ഞ് ബാപ്പയെയും മാറ്റി നിർത്തി. ലോകത്തുള്ള ആർക്ക് വെറുപ്പാണെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജീവിതത്തിൽ പകർത്തിയ മുഅ്മിനാണെങ്കിൽ അവൻ പറയും ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെന്റെ നേതാവ് മുഹമ്മദ് നബിയാ. ഖബറിൽ വെച്ച് പറയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖബറിൽ വെച്ച് പറയും സുഹൃത്തുക്കളെ, മൂമിന് പറയും. അള്ളാഹുവിന്റെ റസൂല് പറയണം ഫഅമ്മൽ മുഅ്മിൻ അവിൽ മൂഖിൻ, യഥാർത്ഥ വിശ്വാസി, നല്ല പടച്ചവനെ വിശ്വസിച്ച, അള്ളാഹനെ വിശ്വസിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നല്ല വിശ്വാസമർപ്പിച്ച മുഅ്മിനായ മനുഷ്യൻ പറയും അത് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബിയാണ്. ജാഅനാ, ശ്രദ്ധിച്ചോളണേ പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാം സഹീഹുൽ ബുഖാരിയിൽ ആ സമയത്ത് മുഅ്മിനീങ്ങളും മണിമണിയായിട്ട് കൊടുക്കുന്ന മറുപടിയാണ്. ആരാണ് ഈ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫഅജബ്നാ ഫആമന്നാ വത്തബഅനാ. ആരാണ് ഈ നബി എന്നോ? ഞങ്ങൾക്ക് സത്യാസത്യ വിവേചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തരാനുള്ള തെളിവുകളുമായി വന്ന നേതാവാണ്, സന്മാർഗം പഠിപ്പിക്കാൻ വന്ന നേതാവാണ്. ആ നേതാവ് ഞങ്ങളോട് പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും പ്രവാചകരെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്യുന്നു, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. അത് ഖബറിൽ വെച്ച് എനിക്കും നിങ്ങൾക്കും പറയാൻ കഴിയുന്ന ഉറപ്പുണ്ടോ? ഈ സമ്മേളനത്തിന്റെ പ്രസക്തി അവിടെയാണ്. ഈ സമ്മേളനത്തിന്റെ പ്രസക്തി അവിടെയാണ്. ഈ യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കാർക്ക് എന്താ സംഭവിക്കാന്നറിയില്ല. ഖബറിൽ വെച്ച് അള്ളാഹിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലാഹു റബ്ബി, ആ റബ്ബിന്റെ ഗ്രന്ഥത്തെ അംഗീകരിച്ചവനാണ് ഞാൻ. റസൂലുള്ളാഹിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ് ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ ഫഅജബ്നാ വത്തബഅനാ, ഞങ്ങൾ പിൻപറ്റി എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഖബറിൽ പറയാൻ കഴിയുമോ? കഴിയുമെന്ന് ഉറപ്പാകണമെങ്കിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസിനോടും അലർജി ഉണ്ടായിക്കൂടാ, നിഷേധമുണ്ടായിക്കൂടാ, പരിഹാസമുണ്ടായിക്കൂടാ, അതിനെതിരെ ഒളിയം പെയ്തുകൂടാ, അതിനെതിരെ നിന്റെ വിരൽത്തുമ്പിലൂടെ വാട്സപ്പിലൂടെ മെസ്സേജ് പോയിക്കൂടാ, അതിനെതിരെ നിന്റെ ഫേസ്ബുക്കിലെ നിന്റേതായ പേജിൽ നീ വിരൽ അനക്കിക്കൂടാ, അതിനെതിരെ നിന്റേതായ പേജുകളിൽ നീ ലേഖനങ്ങൾ എഴുതിക്കൂടാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നീ നെഞ്ചകത്തോട് ചേർക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച ഒരു ആദർശത്തെ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ആര് കുതിര കയറിയാലും പ്രമാണങ്ങൾ കൊണ്ട് നേരിടാനുള്ള ഒരു കരുത്ത്, ഉറക്കം വരുമോ പ്രിയമുള്ളവരെ? നമുക്ക് റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഒരാൾ പച്ചയായി പരിഹസിക്കുന്നത് കേട്ടിട്ട് നമുക്ക് ഉറക്കം വരുമോ? എന്താണ് ആ പറഞ്ഞത്? എന്റെ നേതാവിനെയല്ലേ ആ പരിഹസിച്ചത്? അതേ അവസരത്തിൽ ഖബറിൽ കിടക്കുന്ന വ്യക്തിയോട്
മുനാഫിക്കായ മനുഷ്യനാണെങ്കിൽ, സംശയാലുവായ മനുഷ്യനാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അമ്മൽ മുനാഫിഖു വൽ മുർതാബ്. ഹദീസുകളൊക്കെ കേൾക്കുമ്പോ അതൊക്കെ ഒരു സംശയ ദൃഷ്ടിയോടെ ശരിയാണോ തെറ്റാണോ, അവരങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു, ഏതായാലും ഞാൻ ഒന്നിൽക്കില്ല, ഞാൻ എൻ്റെ പണി നോക്കി പോവുകയാണ്, നിഷേധിക്കുന്നവർ നിഷേധിച്ചോട്ടെ, എനിക്കതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു നടന്ന സംശയാലുവാണെങ്കിൽ, അതല്ലെങ്കിൽ ഈമാൻ ഉറക്കാത്ത ചാഞ്ചാടുന്ന മുനാഫിക്കാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ അവൻ പറയും എനിക്കറിയില്ല, എന്നോടൊന്നും ചോദിക്കല്ലേ, ആളുകളൊക്കെ ഇങ്ങനെ ഒരു മുഹമ്മദ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിരുന്നു, ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നതല്ലാതെ അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളെ ഞാൻ ചെവി കൊടുത്തിരുന്നില്ല, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഞാൻ സമയം കണ്ടെത്തിയില്ല, അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളെ എൻ്റെ A to Z വരെയുള്ള ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞാൻ ഇന്ന് വരെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ദയവായി എന്നെ വിടൂ, എന്നോടൊന്നും ചോദിക്കല്ലെന്ന് പറഞ്ഞ് അട്ടഹസിക്കുമ്പോ അപ്പോൾ അതാ മലക്ക് എടുക്കപ്പെടുകയാണ് ബിമിത്രഖത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിനാനുള്ള ഒരു വലിയ ഹാമർ, ഒരു വലിയ ഗദയെടുത്തുകൊണ്ട് മാബൈന ഉദ്നൈഹി, ആ മനുഷ്യന്റെ രണ്ട് ചെവികൾക്കുമിടയിൽ അവന്റെ കഴുത്തിലായിക്കൊണ്ട് ആഞ്ഞൊരടി അങ്ങടിക്കുമ്പോ അതേ പാതാള ലോകത്തേക്ക് അവൻ അങ്ങനെ ആഴ്ന്നാഴ്ന്നു പോവുകയാണ്. പിന്നെയും പൊങ്ങുന്നു, പിന്നെയും അടി കിട്ടുന്നു. അവൻ അട്ടഹസിച്ചുകൊണ്ട് ഖബറിൽ കിടന്ന് നിലവിളിക്കുന്നു. ആ നിലവിളിയുടെ ശബ്ദം എല്ലാവരും കേൾക്കും. മനുഷ്യരും ജിന്നുകളും ഒഴികെയുള്ള സർവ്വജീവജാലങ്ങളും ആ അട്ടഹാസം കേൾക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഹദീസ് നിഷേധിക്കുക, അതും അലർജിയാ. കേട്ടില്ലേ നേരത്തെ? അതും ഉണ്ടാവില്ല എന്നാ പറയുന്നത്. അങ്ങനൊന്നും സംഭവിക്കൂല. ആലോചിച്ച് നോക്കണം എവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് വേദന വേണം. എൻ്റെ ഉറ്റവരെക്കുറിച്ചും ഉടയവരെക്കുറിച്ചും ഇല്ലാത്തത് പറഞ്ഞവനെ ഞാൻ വിടൂലാന്നാണ് എൻ്റെ വികാരമെങ്കിൽ, അവരെക്കാളൊക്കെ എനിക്ക് അഹക്കായ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അള്ളാന്റെ റസൂലാണ് മുഅ്മിനീങ്ങൾക്ക് അവരുടെ ബോഡിയേക്കാളും മറ്റെല്ലാവരെക്കാളും വലുതെന്നത് അള്ളാഹുവിന്റെ വചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ആദർശത്തിനെതിരെ കുതിര കയറുന്ന സർവശക്തികൾക്കെതിരെയും പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ പ്രതികരിക്കണം. ആരുടെയും കയ്യും കാലും വെട്ടാനൊന്നും നമ്മൾ പോണ്ട. ഈ രാജ്യത്തും ഏത് രാജ്യത്തും ആർക്കും എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഹബീബിനോടുള്ള സ്നേഹം പ്രമാണങ്ങളിലൂടെ നമ്മൾ പ്രതികരിക്കണം. തെളിവുകളിലൂടെ അവരുടെ വായടക്കണം, അവരുടെ നാക്കടക്കണം. അതിന് ഇൽമുണ്ടായേ പറ്റൂ. അതിനാ നമ്മൾ ഈ സമ്മേളനം വിളിച്ചത്. അന്താരാഷ്ട്ര ഖുർആൻ കോൺഫറൻസ് എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് രാജ്യാന്തര പണ്ഡിതന്മാരും അതിഥികളുമൊക്കെ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം വരുന്ന 2016 ഫെബ്രുവരി 13, 14 തീയതികളിൽ കോഴിക്കോട് ടൗണിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയുകയാണ്, നിങ്ങൾക്ക് ആ സമയത്തേക്ക് വേണ്ടി സാധിക്കുന്ന ആളുകളൊക്കെ ഇപ്പോഴേ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് വേണ്ടി ഒരുങ്ങണം. ഒരു മഹാസമ്മേളനമാകും അത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. രാജ്യത്തുള്ള മുഴുവൻ ആളുകളിലേക്കും വിശുദ്ധമായ ഈ ഗ്രന്ഥത്തിന്റെ അമൂല്യമായ മെസ്സേജ് എത്തിക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ആ സമ്മേളനം വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം ഹദീസുകളുടെ കൂടി സംരക്ഷണമാണ്. ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന് സംരക്ഷണമില്ല. ചിലരൊക്കെ പറഞ്ഞു നോക്കാറുണ്ട്, അല്ലാഹ് ഖുർആനിൽ ഖുർആൻ സംരക്ഷിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ, ഹദീസ് സംരക്ഷിക്കുന്നു പറഞ്ഞിട്ടില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അത് ഖുർആനിനെ കുറിച്ച് മാത്രമാണെന്ന് സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയി. ഖുർആനിൽ തന്നെയാ അല്ലാഹ് പറഞ്ഞത് എന്ത്? ഈ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ നബിയെ നിങ്ങളുടെ വിശദീകരണം വേണം, അത് ഞാൻ വേറെ തരുന്നുണ്ട്. അപ്പൊ ഖുർആൻ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഹദീസ് വിശ്വസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. മയ്യത്ത് നിസ്കാരം ഖുർആനിലുണ്ടോ? എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം എന്ന് ഖുർആനിലില്ല. ഓരോ വിഷയങ്ങളും സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ സമ്മേളനം നിങ്ങൾക്ക് ചില ചൂണ്ട് പലകകൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. നിങ്ങൾ പഠിക്കണം. പഴച്ചു പോകുന്ന കക്ഷികളൊക്കെയും ഹദീസുകളിന്മേലാണ് പിടികൂടുന്നത്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ കാട്ടുകള്ളന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ മലയാരക്കരയിൽ ഇസ്ലാമിക സംഘടനകളുടെ തലപ്പത്ത് വിലസുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വേദനിക്കുന്നില്ല അല്ലേ? അല്ലാഹ് റളിയല്ലാഹു അൻഹും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവരെ ചിലർക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞ് അവർ ചീത്ത പറയുമ്പോൾ ഒരു വിഷമവും നമുക്കില്ല അല്ലേ? എവിടെ പോയി നമ്മുടെ ഈമാൻ? എവിടെ പോയി നമ്മുടെ ഇസ്സത്ത്? അതുകൊണ്ട് നിങ്ങൾ പഠിക്കൂ.
വിലയിരുത്തുക, മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടാണ് നമുക്കുണ്ടാകേണ്ടത്. എന്ത്? അള്ളാന്റെ റസൂല് പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട ഒരു കാര്യം, അത് പിന്നെ നമുക്ക് അത്രേ കേൾക്കൊണ്ടു. പറഞ്ഞോ, ഹദീസ് സ്വഹീഹാണോ, ഞാൻ അംഗീകരിച്ചു. അബൂജഹലിന്റെ നിലപാടല്ല. അയാൾ പറഞ്ഞു യുക്തിക്ക് നിരക്കുന്നില്ല എന്നതിൽ തലയിൽ കൈവച്ചു ആർത്തട്ടസിച്ചു. ഏതിൽ അണിചേരണം എന്ന് ചിന്തിച്ചോളൂ. അബൂജഹലിന്റെ നിലപാടിന്റെ പക്ഷത്ത് നിൽക്കണോ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നിലപാടിന്റെ പക്ഷത്ത് നിൽക്കണോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ വിശ്വാസികളെ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുവീൻ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ മാത്രം അണിചേരുവീൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ മഹാസമ്മേളനം വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണത്തിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവൻ തന്നെ ജിബ്രീലിലൂടെ നൽകിയിട്ടുള്ള വഹിയായ വിശുദ്ധ ഹദീസുകളുടെ കൂടി സംരക്ഷണത്തിന്റെ സന്ദേശമാണ് എനിക്കും നിങ്ങൾക്കും പകർന്നു തന്നത്. ഇത് നിങ്ങൾ പഠിക്കണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അദ്ദീനു അന്നസീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. അള്ളാഹുവിനോട്, അവന്റെ റസൂലിനോട്, അവന്റെ കിതാബിനോട്, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിലെ പൊതുജനങ്ങളോട്, രാജ്യത്തിന്റെ നേതാക്കളോട്. ഈ രാജ്യം ഭരിക്കുന്ന നല്ലവരായ ഭരണാധികാരികളാണ് നമുക്ക് ഈ രാജ്യത്ത് ദഅവത്തിന് സ്വാതന്ത്ര്യം നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തുള്ള ഭരണാധികാരികൾക്ക് കൂടുതൽ ഇസ്സത്ത് നൽകിക്കൊണ്ട് ഇസ്ലാമിന് കൂടുതൽ സേവനം ചെയ്യുന്ന ഭരണാധികാരികളാക്കി അല്ലാഹു അവരെ മാറ്റുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം. ഈ രാജ്യത്ത്, നമ്മുടെ ഇമാറാത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ സമാധാനം തച്ചുകെടുത്തിയിട്ട്, സൗദി അറേബ്യയുടെ ഹറമിൽ പോയി കുഴപ്പമുണ്ടാക്കിയിട്ട്, രാജ്യത്തുടനീളം കലാപങ്ങൾ ഉണ്ടാക്കിയിട്ട്, മുസ്ലിം രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സമാധാനത്തിന് കത്തിവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ISIS-നെ പോലെയുള്ള, ഹൂസികളെ പോലെയുള്ള അത്തരത്തിലുള്ള എല്ലാ സർവ ഭീകര തീവ്രവാദികളെയും പിടിച്ചുകെട്ടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന അധ്യാപനങ്ങളെ കൃത്യമായി നമ്മൾ നെഞ്ചിലേറ്റിക്കഴിഞ്ഞാൽ ഒരു തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനത്തിനും നാമ്പെടുത്ത് വളരാൻ കഴിയില്ല. അത് അടിച്ചൊതുക്കാൻ നമുക്ക് നമ്മുടെ നേതാവ് തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ സമാധാനത്തെ തകർക്കുന്ന സർവശക്തികൾക്കെതിരെയും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനെന്ത് വേണം? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പഠനം തന്നെ രക്ഷയുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ പരീക്ഷയിലും പാരായണത്തിലുമൊക്കെ മികവ് നേടിയ ആളുകൾക്ക് ഇവിടെ പ്രൈസ് വിതരണം ചെയ്തത് നിങ്ങൾ കണ്ടു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ്സിൽ മെമ്പർമാരായിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഈ മഹനീയമായ സദസ്സിലുണ്ടെങ്കിൽ ഞാൻ ഈ സമ്മേളനത്തിന്റെ ഒരു വികാരം എന്ന നിലക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു വസിയത്ത് പറയുകയാണ്. ഒരാഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും അള്ളാഹിന്റെ കിതാബ്, അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസ് വിശദീകരിക്കപ്പെടുന്ന സദസ്സുകളിൽ നിങ്ങളൊന്ന് പോയി ഇരിക്കാൻ സന്മനസ് കാണിക്കണം. നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, എല്ലാ അർത്ഥത്തിലും അല്ലാഹു ബറക്കത്ത് തരും. വലൗ അന്നഹും ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹുവിന്റെ ഓഫറാണ്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടത്തുന്ന ഓഫറല്ല. അവർ ഈമാനും അടിയുറച്ച വിശ്വാസവും നല്ല തഖ്വയുമുള്ളവരായി ജീവിച്ചിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം, നാം അവരുടെ മേൽ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദി, ഉപരിഭാഗത്തു നിന്നും ഭൂമിയിൽ നിന്നുമൊക്കെ ബറക്കത്ത് അവർക്ക് ഞാൻ തുറന്നു കൊടുക്കുക തന്നെ ചെയ്യുമായിരുന്നുവെന്ന അള്ളാഹുവിന്റെ ഓഫറിൽ നമുക്ക് വിശ്വാസമില്ലേ? ആ വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹിന്റെ കലാമിനെ സ്നേഹിക്കൂ. അത് പാരായണം ചെയ്യാത്ത ഒരു ദിനം നമുക്ക് കടന്നു പോകരുത്. അത് ഓതാത്ത ഒരു ദിവസം നമ്മുടെ വീടകത്തുണ്ടാവരുത്. ഒരു ആയത്തെങ്കിലും ഓതാത്ത ഒരു ദിവസം കടന്നു പോകരുത്. അത് പഠിക്കുന്ന വേദികളിൽ ഏത് ട്രാഫിക്കിനെ ഭേദിച്ചുകൊണ്ടും ഏത് തിരക്കുകൾക്കിടയിൽ റോട്ടിൽ നിങ്ങൾക്ക് മണിക്കൂറുകൾ കാത്തുകിടക്കേണ്ടി വന്നാലും അധികമാവില്ല പ്രിയമുള്ളവരെ. അള്ളാന്റെ ദീൻ പഠിക്കാൻ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചെത്തുന്നത് വരെയുള്ള മുഴുവൻ സമയവും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ, സമുദ്രാന്തർഭാഗത്ത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ മത്സ്യങ്ങൾ പോലും അല്ല, ഈ മാളങ്ങളിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ പോലും, കുഞ്ഞുറുമ്പുകൾ പോലും നമുക്ക് വേണ്ടി അല്ലാ ഈ അടിമക്ക് പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിൽ വിശ്വാസമുള്ള ഒരുത്തന്നെ പിന്നെ ട്രാഫിക് ജാമിന് ഭയപ്പെടേണ്ടി വരുമോ? നമുക്ക് ഖുർആൻ പഠിക്കണ്ടേ? നമുക്ക് ഹദീസ് പഠിക്കണ്ടേ? ഈ സമ്മേളനത്തിന്റെ സന്ദേശം അതാണ്.
ഇത് നിങ്ങൾ പഠിക്കണം, ഇത് നിങ്ങൾ നെഞ്ചോട് ചേർക്കണം. ഇതിൻ്റെ വിമർശകന്മാർക്കെതിരെ തെളിവുകൾ നിരത്തിയിട്ട് അവൻ്റെ വായടക്കാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ നേതാവിനോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഈ ദീനിൻ്റെ ധ്വജവാഹകരായി, ഇതിൻ്റെ സന്ദേശവാഹകരായി കൊണ്ട് നമുക്ക് അള്ളാഹുവിനോടുള്ള മഹബത്ത്, അവൻ്റെ റസൂലിനോടുള്ള മഹബത്ത് പ്രായോഗിക ജീവിതത്തിലൂടെ നമ്മൾ തെളിയിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്പം വൈകിയിട്ടുണ്ട് സഹോദരങ്ങളെ, ഈ കാത്തിരിപ്പിനും നമുക്ക് പ്രതിഫലമുണ്ട്. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ നാഥ. ഈ സദസ്സിൻ്റെ ഭംഗി നിലനിർത്താൻ വേണ്ടി നന്ദി പ്രകടനവും കൂടി കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കാവൂ. ഇത്രയും നേരം ക്ഷമിച്ചതുപോലെ അതും കൂടെ കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇവിടെ കഴിച്ചു കൂട്ടിയ സമയം നിന്റെ കിതാബിനോടുള്ള സ്നേഹം, നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബത്ത്, അവരെ പരിഹസിക്കുന്നവർക്കെതിരെയുള്ള ഞങ്ങളുടെ വികാരം അടപൊട്ടി ഒഴുകിയ ഈ മജ്ലിസ് അള്ളാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണമേ നാഥ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ നാഥ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുത് നാഥ. സഹിക്കാനാവാത്ത വേദനകൾ തന്നുകൊണ്ട് പരീക്ഷിക്കരുത് നാഥ. ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ബന്ധപ്പെട്ടവർ പലരും അള്ളാഹുവേ, അമലുകൾ ചെയ്യാനാവാത്ത ഖബറിൻ്റെ ലോകത്താണ് അവരുള്ളത്. അള്ളാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ നാഥ. ജീവിതത്തിൽ ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുന്ന, ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കി തീർക്കുവാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്ന നല്ലവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ദഅ്വാ സംരംഭങ്ങൾക്ക് നീ കരുത്തു പകരണമേ നാഥ. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ ആലമീൻ. അല്ലാഹുമ്മ ഇഹ്ഫദ് ദൗലത്തൽ ഇമാറാത്ത്. അല്ലാഹുമ്മ ഇഹ്ഫദ് ദൗലത്തൽ ഇമാറാത്ത്. അല്ലാഹുമ്മ ഇഹ്ഫദ് ദൗലത്തൽ ഇമാറാത്ത് മിനൽ ഫിത്നി വൽ ഫസാദ് യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.